ശബരിനാഥൻ നമുക്കൊപ്പം ചേരുന്നു. ശബരിനാഥൻ, വെരി ഗുഡ് മോർണിംഗ്. കൗൺസിൽ യോഗം വിളിച്ചിരിക്കുന്നു എന്നറിയുന്നു. സുഗതനില്ലാത്ത കൗൺസിൽ യോഗമാണ്. 3ാമത്തെ തവണയാണ് സുഗതനില്ലാത്തത് പോകുന്നത്. ചട്ടപ്രകാരം 3 തവണ വന്നില്ലെങ്കിൽ അയോഗ്യനാക്കാം. പക്ഷേ ഒരു അഭിഭാഷകൻ മുഖേനയാണ് ഈ അവധി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അവധി അപേക്ഷ സാങ്കേതികമായി പരിഗണിക്കാൻ കഴിയുമോ ശബരിനാഥൻ? അപേക്ഷ പരിഗണിക്കാനുള്ള വകുപ്പ് മുനിസിപ്പൽ ആക്ടിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലാണ് സാധാരണ അവധി കൊടുക്കുന്നത്. അല്ലാതെ ഇത്തരത്തിൽ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾ അവധി കൊടുത്താൽ അത് അംഗീകരിക്കാനുള്ള നിർവാഹം എന്തായാലും അദ്ദേഹത്തിനെ സംരക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനവുമായിട്ട് BJP മുന്നോട്ട് പോകും. അതിനെതിരെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും. നിയമവശാൽ അദ്ദേഹം 31 കൗൺസിലിൽ വന്നില്ലെങ്കിൽ, 3 കൗൺസിൽ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അയോഗ്യനാക്കണമെന്നുള്ളത് കൃത്യമായിട്ട്, അതിനുവേണ്ടിയുള്ളത് കൗൺസിൽ മൂവ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടുള്ളത് നമ്മുടെ ആക്ട് പറയുന്നതാണ്. പക്ഷേ BJPയുടെ ഭരണസമിതിയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു നീതി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതിന് നിയമപരമായിട്ട് കാര്യങ്ങളായിട്ട് തന്നെ പോകാൻ, അതായത് കോർപ്പറേഷനിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ കോടതിയിലോട്ട് പോകും അല്ലേ? തീർച്ചയായിട്ടും അത് ഒരു ലീഗൽ ഫൈറ്റിലേക്ക് തന്നെ പോകുന്നതാണ് എന്റെ വിശ്വാസം. കാരണം നിയമങ്ങളോടൊന്നും ഒരു തരത്തിലുള്ള താല്പര്യമുള്ള ആളുകളല്ലല്ലോ ഇവരെ. അതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ. LDFന്റെ പിന്തുണ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നീക്കത്തിന്? വിഷയത്തിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, പ്രതിപക്ഷം കോൺഗ്രസ് വിഷയത്തിൽ UDF വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. നിയമപരമായിട്ട് ഇത്തരത്തിൽ 3 കൗൺസിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആക്ട് പറയുന്നുണ്ട്. ആക്ട് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇതിനുള്ള ധാരാളം പ്രീസിഡൻസ് ഉണ്ട്. ഈ അടുത്ത കാലത്തും പലയിടത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ BJP തന്നെ എടുത്തിട്ടുള്ള നിലപാട് അവർ പരിശോധിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ശബരിനാഥൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസ് ഉറപ്പിച്ചാണ്, LDF ഉറപ്പിച്ചാണ്. സുഗതൻ വരുന്നില്ലെങ്കിൽ, കൗൺസിൽ തീരുമാനം അയോഗ്യനാക്കിയില്ലെങ്കിൽ കോടതിയിൽ പോകും. നിയമവഴിക്ക് നീങ്ങാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കമെന്നറിയുന്നു. നീതി കിട്ടിയില്ലെങ്കിൽ. നമുക്കൊപ്പം TV പ്രസാദ് കൂടിയുണ്ട്. TV പ്രസാദ്, ഒരൊറ്റ അംഗത്തിന്റെ ബലത്തിലാണ് കോർപ്പറേഷൻ കഴിയുന്നത്. സുഗതൻ അയോഗ്യനായാൽ അവിടെ BJP ഭരണം അവസാനിച്ചു. പിന്നീട് അവിടെ തൂക്കെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. മാത്രവുമല്ല, അവിടെ ഒരു സ്വതന്ത്ര പിന്തുണ മാത്രമേ അവിടെ ഉള്ളതാനും. അപ്പോൾ LDF UDF കൂടെ ഒരുമിച്ച് വന്നാൽ ആ അർത്ഥത്തിൽ BJPക്ക് അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരും. BJP എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? TV പ്രസാദ്, ഇപ്പൊ ശബരിനാഥ് പറഞ്ഞതുപോലെ കോടതി കയറുമോ ഒടുവിൽ അയോഗ്യത? അരുൺ, ഉറപ്പായും ഇനി അത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ പരിഗണിക്കും. അത് പിന്നെ കോർപ്പറേഷൻ മേയർ പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അവധിക്ക് അപേക്ഷ കൊടുത്തത്. എന്തായാലും ഇത്തവണ അയോഗ്യനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തവണ പങ്കെടുത്തില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറും എന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ കഴിഞ്ഞ നാളുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആകെ കൗൺസിലിന്റെ എണ്ണം എന്ന് പറയുന്ന വാർഡുകളുടെ എണ്ണം 101 അതിൽ 51 വാർഡുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. നിലവിൽ കേവല ഭൂരിപക്ഷം BJPക്കുണ്ട്. പക്ഷേ ആ കേവല ഭൂരിപക്ഷം പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്രനെ കൂടി ചേർത്തുകൊണ്ടാണ്. അതായത് BJPക്കുള്ളത് 50 പ്ലസ് 1 ആകുന്നത് ഒരു സ്വതന്ത്രനായ പാറ്റൂർ രാധാകൃഷ്ണനെ ചേർത്തുകൊണ്ടാണ്. അങ്ങനെ 51. സുഗതൻ അയോഗ്യനായി കഴിഞ്ഞാൽ അരുൺ, 101 നിന്ന് 51 എന്നത് 50 കുറയും. കേവല ഭൂരിപക്ഷം നഷ്ടമാകും എന്നുള്ളതാണ്. തൊട്ട് പിന്നാലെ തന്നെ 29 അംഗങ്ങളുമായി LDFും 20 അംഗങ്ങളുമായി UDFും ഉണ്ട് എന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോഴും മറ്റൊരു കാര്യമുള്ളത് അരുൺ, സുധീഷ് കുമാർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രൻ നേരത്തെ UDF പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ സ്വതന്ത്ര നിലപാട് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു. ഇതിൽ സുധീഷിന്റെ നിലപാട് നിർണായകമാണെങ്കിൽ പോലും BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്നു അയോഗ്യനായാൽ എന്നുള്ളതാണ്. അതുകൊണ്ട് അയോഗ്യരാവാതിരിക്കാൻ ഏതറ്റം വരെയും BJP പോകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം മാറ്റുനോറ്റ് കിട്ടിയ ഒരു ഉണ്ണിയാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം എന്ന് പറയുന്നത്. അത് വിട്ടുകൊടുക്കാൻ അവർക്ക് കഴിയില്ല. വലിയ പോരാട്ടത്തിലേക്ക് പോകും. അടുത്ത ദിവസം കൌൺസിൽ യോഗം ചേരുന്ന സമയത്ത് വലിയ തർക്കം, ബഹളം, നിയമ പോരാട്ടം, പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടു തന്നെ അറിയണം കോശി എന്ന് പറയും പോലെ ആവും അരുൺ കാര്യങ്ങൾ. ഓക്കെ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഷെരീഫ്, നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ലീവ് ലെറ്റർ എഴുതുന്നത് പോലെയാണോ ജയിലിൽ കിടക്കുന്ന പ്രതി ലെറ്റർ കൊടുക്കുന്നത് എന്ന് ഷെരീഫ് കോയാമോൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ശരിയാണ് അല്ലേ? നമുക്കൊക്കെ പനിയാണ്, അതുകൊണ്ട് അവധി തരണം എന്ന് പറയുന്നത് പോലെയാണ് കാപ്പ കേസിൽ കിടക്കുന്ന ഒരു പ്രതി കൊടുക്കുക. ശരിയാണ് കേട്ടോ. ആ കത്തിൽ എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? കാപ്പ കേസിൽ എന്നെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞൊരു കൗൺസിലർ മേയർക്ക് ഒരു അവധി അപേക്ഷ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഗതികേടെന്നല്ലാതെ എന്താ പറയുക? ഒടുവിൽ ഇത് വെച്ചിട്ട് കോർപ്പറേഷൻ മേയർ അവധി കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് തീർച്ചയായിട്ടും കോടതി കയറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നിലവിൽ കാപ്പ കേസ് പ്രതി ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിൽ പോയി കിടന്നിട്ട് അവധി അപേക്ഷ കൊടുത്താൽ അത് പരിഗണിക്കണമെന്ന് മുനിസിപ്പാലിറ്റി ആക്ടിൽ ചട്ടമില്ല.
മുനിസിപ്പാലിറ്റി ആക്ട് ഉണ്ടാകുന്ന സമയത്ത് ക്രിമിനലുകളും കാപ്പ കേസ് പ്രതികളും ഒന്നും നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളായി വരും എന്നൊരു വിചാരം നിർഭാഗ്യവശാൽ അന്ന് വളരെ നന്മയോടുകൂടി ചിന്തിച്ച നമ്മുടെ നിയമനിർമ്മാതാക്കൾക്ക് ഉണ്ടാവാതെ പോയി. അതുകൊണ്ടാണ് അത് ചേർക്കാതെ പോയത്. അതല്ലെങ്കിൽ സുഗതനെയൊക്കെ മുൻകൂട്ടി കണ്ടാണെങ്കിൽ ഇതിനപ്പുറത്തുള്ള പ്രൊവിഷൻസ് എഴുതി ചേർക്കണമായിരുന്നു. എന്തായാലും BJPക്ക് തലവേദനയായി മാറും എന്നുള്ളതാണ്. തിരുവനന്തപുരം പിടിച്ചത് BJPക്ക് 5 വർഷം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. സുഗതനിൽ തട്ടി ആ ഭരണം അവിടെ അവസാനിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ചോദ്യം. എന്തായാലും കോൺഗ്രസ് നിയമവഴിയിലേക്ക് കടക്കുമെന്നാണ് ശബരിനാഥൻ നേരത്തെ പറഞ്ഞത്.